നമ്മളിന്ന് നമ്മുടെ ഗോൾഡ് ബട്ടൺ അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. പക്ഷേങ്കിൽ ഗോൾഡ് ബട്ടൺ അൺബോക്സിംഗ് അല്ല, ശരിക്കും ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതമാണ്. എന്നുവെച്ചാൽ മല്ലു ട്രാവലർ എന്ന വ്യക്തി, ഈ വ്യക്തിയുടെ 2 വർഷത്തെ ജീവിതം, യൂട്യൂബിൽ വന്ന ശേഷമുള്ള ജീവിതം നിങ്ങൾക്കറിയാം. പക്ഷെ അതിന് മുമ്പും ഒരുപാട് ജീവിതങ്ങളെ ജീവിച്ചിട്ടുണ്ട്. അപ്പം ആ അനുഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ ഇപ്പം നമ്മളുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് ദുബായിലാണ്. ദുബായിലുള്ള ജബീൽ പാർക്ക് എന്നാണ് ഈ ഒരു ലൊക്കേഷന് പറയുന്ന പേര്. ഞാൻ ഇവിടെ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം, ഈ ഒരു അൺബോക്സിങ് ശരിക്കും നാട്ടിലുള്ള സമയത്ത് എനിക്ക് ഗോൾഡ് ബട്ടൺ കൈ കിട്ടിയിരുന്നു. ഈ ഒരു ജബീൽ പാർക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ UAE അറിയാമല്ലോ, ഞാൻ 2 വർഷം ഞാൻ ഇവിടെ വർക്ക് ചെയ്തതാണ്. ഒരു സാധാരണക്കാരനായിട്ട് ഏകദേശം ഒരു 2000 ദിർഹംസ് മാസ ശമ്പളം, അതിൽ നിന്നും മെസ്സും അതും ഇതുമൊക്കെ പിടിച്ച് ഒരു 1000 ദിർഹംസ് എങ്ങനെ കിട്ടിയാലായി അരിച്ച് പെറുക്കി ഇവിടെ എന്താ പറയുക പൈസ സേവ് ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ജബീൽ പാർക്കിൽ ഒരു ഫംഗ്ഷൻ വന്നു. അധികവും നമ്മുടെ നാട്ടിലുള്ള സിനിമാ നടന്മാരോ അല്ലെങ്കിൽ പാട്ടുകാരോ മറ്റോ വന്നു കഴിഞ്ഞാൽ അധികവും ഫംഗ്ഷൻസ് നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇവിടെ വന്നു. ഞാനിവിടെ പാർക്കിൽ അത് കാണാൻ വേണ്ടി വന്നു. പക്ഷേങ്കിൽ എന്താ പറയുക, എനിക്കത് കാണാൻ പറ്റിയില്ല. കാരണം ആ ഒരു ടിക്കറ്റിൻ്റെ പ്രൈസ് അഫോർഡ് ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എനിക്കത് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ റേഡിയോ കേൾക്കുന്ന പോലെ പുറത്ത് പോയിരുന്നു, കസേരയിലിരുന്നു, ഞാനിങ്ങനെ പാട്ടൊക്കെ കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിൽ ഒരുപാട് സങ്കടം വന്നു. അന്ന് രാത്രി ഞാൻ കണ്ട സ്വപ്നമുണ്ട്, നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല. ഞാൻ അന്ന് കണ്ട സ്വപ്നം ഇതായിരുന്നു. ദുബായിലുള്ള ഏതോ ഒരു പരിപാടിക്ക് സ്റ്റേജിലൊക്കെ എല്ലാവരും ഉണ്ട്, ഇങ്ങനെ പരിപാടികളൊക്കെ നടക്കുന്നു. അപ്പം പുറകിൽ ഞാനിങ്ങനെ പോയിട്ട് അവിടുത്തെ ഒരു സെക്യൂരിറ്റിയോട് ഞാൻ പറയുന്നു, മാനേജറോടൊന്ന് പറയണം ഞാനിങ്ങനെ വന്നിട്ടുണ്ട്, എൻ്റെ ബിസിനസ് കാർഡ് കൊടുക്കുന്നു. മാനേജർ വരുന്നു, എന്നെ കൂട്ടുന്ന ഉള്ളിൽ കയറി പോകുന്നു. അന്ന് രാത്രി കണ്ട സ്വപ്നം അത്. പക്ഷെ അതെൻ്റെ ജീവിതത്തിൽ ഫലിച്ചു കേട്ടോ. എന്താ പറയുക, തൃശ്ശൂർ വെച്ചിട്ട് മോട്ടോക്രോസിൻ്റെ ഇവൻ്റ് നടന്നപ്പം ഞാൻ, ഷബീർ, സവാദ്, ഞങ്ങൾ 3 പേരും പോയി. അപ്പോൾ സവാദ് പറഞ്ഞു ടിക്കറ്റ് അവൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തൃശ്ശൂരേക്ക് പോയിട്ട് അവിടെ എത്തി. ബാൻഡിഡോസിൻ്റെ ആയിരുന്നു. ഞാൻ അവരോട് പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ വരുന്നുണ്ട് എന്നുള്ളത്. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ടിക്കറ്റ് ഇല്ലയെന്ന്. അങ്ങനെ സംഘാടകർ ബന്ധപ്പെട്ടു, ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ വളരെ സ്നേഹത്തോടെ എന്നെ കൂട്ടി അകത്ത് കൊണ്ടുപോയി. അവരെനിക്ക് അവിടെ സ്റ്റേജിലൊക്കെ ഒരുപാട് ചാൻസ് ഒക്കെ തന്നു. എന്നുവെച്ചാൽ അന്ന് രാത്രി ഞാൻ കണ്ട സ്വപ്നം, അന്ന് രാത്രി കണ്ട സ്വപ്നത്തിൽ ഞാൻ ദുബായിലുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നെങ്കിൽ പടച്ചവൻ എനിക്ക് തന്നത് നാട്ടിലേക്കായിരുന്നു. അങ്ങനെയാണ് ജീവിതം, അങ്ങനെ കേട്ടോ. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാൽ നമുക്ക് കുറച്ചെങ്കിലും കിട്ടും. 2016 ഞാൻ ദുബൈയിലേക്ക് വന്നത്. UAE വന്നു, ഒരു ജോലി ആവശ്യത്തിനാണ് വന്നത്. 1 മാസത്തെ വിസിറ്റിംഗ് അടിച്ചിട്ടാണ് വന്നത്. ആദ്യം തന്നെ ജബലലിയിലുള്ള ഒരു ലേബർ റൂമിലാണ് ഞാൻ സ്റ്റേ ചെയ്തത്. ഞങ്ങളുടെ റൂമിൽ ഏകദേശം 8ഓളം ആൾക്കാരുണ്ടായിരുന്നു. 1 മാസം വിസിറ്റിങ്ങിന് വന്നതിന് പിറ്റേ ദിവസം തന്നെ ഞാൻ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് ജോലി കിട്ടി. പക്ഷേ UAE ഞാൻ എൻ്റെ ലൈഫിൽ ദുബായിൽ ഒരു ഇൻ്റർവ്യൂവിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. ആ കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. കാരണം എനിക്ക് ലാംഗ്വേജ് നോളജ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സെയിൽസ് എന്ന ഫീൽഡിൽ എനിക്ക് എപ്പോഴും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ജോലി കിട്ടി. 2 വർഷത്തോളം ഞാനിവിടെ നിന്നു. കൂടുതലും ഞാൻ സോനാപൂരായിരുന്നു, ഫുജേറയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പക്ക ഒരു പ്രവാസി ലൈഫ്. രാവിലെ എഴുന്നേൽക്കുക, ജോലിക്ക് പോകുക. അതുപോലെ വൈകുന്നേരം ആകുമ്പോൾ സെയിൽസ് ഇല്ലെങ്കിൽ പ്രഷർ വരും, മാസം ടാർഗറ്റ് അടിച്ചില്ലെങ്കിൽ പ്രഷർ വരും, ആഴ്ചക്കാഴ്ചയ്ക്ക് മാനേജർ പറയും, തെറി പറയും, നല്ല തെറി പറയും, ഉമ്മാക്കൊക്കെ തെറി പറയും. ഔട്ട്ലെറ്റ്സിൽ മൂപ്പര് വന്നു കഴിഞ്ഞാൽ മറ്റ് മർച്ചൻഡൈസിൻ്റെ മുമ്പിൽ അല്ല മറ്റ് സെയിൽസിൻ്റെ സ്റ്റാഫിൻ്റെ മുമ്പിൽ വളരെ വൃത്തിയായിട്ട് രീതിയിൽ തെറിയൊക്കെ പറയാറുണ്ട്. പക്ഷെ എല്ലാം സഹിച്ചു. കാരണം എനിക്കൊരു ഫാമിലി ഉണ്ട്, ഫാമിലിയെ നോക്കണം, ജീവിക്കണം, മാസം ഒരു 1000 ദിർഹംസ് എങ്കിലും വീട്ടിലയക്കണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ജീവിതം. അപ്പോഴും ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. യാത്രകൾ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ഓർമ്മയെ ശരിയാണെങ്കിൽ ഞാൻ 4-ാം വയസ്സ് മുതൽ ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ വീട് വിട്ട് ഒരുപാട് സ്ഥലത്തൊക്കെ ഞാൻ ഓടിപ്പോയിട്ടുണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടുന്നും എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുണ്ട്. പക്ഷെ നടക്കുന്നില്ല. ഒരുപാട് സ്വപ്നങ്ങൾ കാണുക എന്നല്ലാതെ നിലവിൽ ഇപ്പോഴും പല ഗൾഫ് രാജ്യങ്ങളിലും പല യുവാക്കളും ഈ ഒരു സെയിൽസ് അല്ലെങ്കിൽ മർച്ചൻഡൈസ് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും, പക്ഷെ അവർക്ക് അതൊന്നും നേടാൻ പറ്റില്ല. എനിക്കും അതേപോലെ തന്നെ ആയിരുന്നു. ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ ഒരുപാട് കണ്ടു, പക്ഷെ എനിക്ക് നേടാൻ പറ്റിയിട്ടില്ല. അതിനിടയിൽ എൻ്റെ ലൈഫിൽ വലിയൊരു ഇൻസിഡൻറ്റ് നടന്നു. ഞാൻ ആ സമയത്ത് ഫുജേറയിലായിരുന്നു. നാട്ടിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു, ഇങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഞാൻ അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കരഞ്ഞു കേട്ടോ. അതെങ്ങനെയാണ് ഒരു രംഗമുണ്ട് എൻ്റെ മനസ്സിൽ. കാരണം അറിയാലോ, നമ്മൾ റൂമിൽ ഏകദേശം 4-5 ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം അവർ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബാത്റൂമിൻ്റെ അകത്ത് കയറിയിട്ട് ഷവർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ കരഞ്ഞു. നിലത്തിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നിട്ട് എൻ്റെ ഓഫീസിലേക്ക് പോയി. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ലീവ് വേണം, നാട്ടിൽ പോകണം. അപ്പം എൻ്റെ മാനേജർ ചോദിച്ചു, എന്ത് പറ്റി? അപ്പം എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്താ കാരണം. ഞാൻ പറഞ്ഞു, സാറേ അർജൻറ്റാണ്, വീട്ടിൽ എനിക്ക് പോകണം.
അപ്പം ലീവ് എന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ കിട്ടുന്നൊരു കാര്യമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മളൊക്കെ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നതാണ്. അപ്പം മൂപ്പർ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു, ലീവ് തരാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. എൻ്റെ മനസ്സിൽ അത്രക്കും വിഷമം എൻ്റെ മനസ്സിലുണ്ട്, എനിക്കത് പുറത്ത് പറയാൻ പറ്റുന്നില്ല എന്താണ് റീസൺ എന്നുള്ളത്. അവസാനം ഞാൻ മൂപ്പരോട് പറഞ്ഞു, ഇതാണ് സാറേ റീസൺ, എനിക്ക് പോകണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഓക്കെ പൊക്കോ. ഞാൻ നാട്ടിൽ പോയി. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല, കാരണം ലൈഫിൽ ഇതുവരെ ഇല്ലാത്തൊരു ഫീലായിരുന്നു. ഒരുപാട് കരഞ്ഞു. എൻ്റെ ഓൾവേസ് ഞാൻ കരച്ചിൽ തന്നെയാണ് എൻ്റെ ലൈഫിൽ. ആ സമയത്ത് കരച്ചിലോട് കരച്ചിലായിരുന്നു. പക്ഷെ അപ്പോഴും എൻ്റെ മുമ്പിൽ എൻ്റെ മകൻ മാസി, അറിയാലോ, എൻ്റെ മോനായിരുന്നു അവിടുന്ന് അങ്ങോട്ടേക്ക് എൻ്റെ എന്താ പറയുക, എനിക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു തോന്നലുണ്ടാക്കി തന്നെ എൻ്റെ മോനെ. അവിടെ നിന്നായിരുന്നു എൻ്റെ തുടക്കം. അന്നായിരുന്നു ഞാൻ അവസാനമായിട്ട് കരഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല ഒരിക്കലും. എൻ്റെ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഞാൻ സാഡായിട്ട് കാണാൻ പറ്റില്ല. ഇന്ന് ഓക്കെ അഫ്കോഴ്സ് ഈ ഒരു നിമിഷം എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ പറയുക, ലൈഫിലെ ചില മൊമെൻറ്റ്സ് നമ്മൾ ഓർമ്മിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. ഞാൻ എൻ്റെ ക്യാമറ കണ്ണിൻ്റെ മുമ്പിൽ ആദ്യമായിട്ടാണ് ഈ ഒരു മുഖമായിട്ട് വരുന്നത്. ഇതുവരെയായിട്ട് ഏകദേശം ഒരു 400-500ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും പല രാജ്യങ്ങളിലും അത്രയും പ്രശ്നങ്ങളിൽ പെട്ട് ഞാൻ കുടുങ്ങിയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴും ഒരു ചെറിയൊരു വിങ്ങലുണ്ടാവും. അത് ഇങ്ങനെയുള്ള അവസരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഒരുപാട് എൻ്റെ ലൈഫിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ യാത്ര പോയപ്പോഴും, കേരള ടു നേപ്പാൾ യാത്ര പോയപ്പോഴും, സിംഗപ്പൂർ യാത്ര പോയപ്പോഴും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഒരു 30 മിനിറ്റ് വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്, പക്ഷെ അതിൻ്റെ പുറകിൽ ഞാൻ കഷ്ടപ്പാട് ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, പല യൂട്യൂബേഴ്സും. കാരണം ഇന്നൊക്കെ എൻ്റെ അടുത്ത് മാക് ബുക്ക് ഉണ്ട്, ലേറ്റസ്റ്റ് ഗാഡ്ജറ്റുകളുണ്ട്. കേരള ടു സിംഗപ്പൂരിലേക്കൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നത് 2GB റാമൊക്കെ ഉള്ള ഒരു പഴയ ലാപ്ടോപ്പായിരുന്നു. 9 മണിക്കൂറൊക്കെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. 9 മണിക്കൂർ. എന്നാലും ഹാർഡ് വർക്ക് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നീട് അങ്ങോട്ട് ഒരുപാട് സുഹൃത്തുക്കൾ സഹായിച്ചു. എനിക്ക് ലാപ്ടോപ്പ് ഗിഫ്റ്റ് തന്നു, ക്യാമറാസ് ഗിഫ്റ്റ് കിട്ടി. എന്താ പറയുക, 2 വർഷം ഹാർഡ് വർക്ക് ചെയ്തു. ആരെയും ഞാൻ ഈ ഒരു കാലയളവിൽ അങ്ങോട്ട് പോയി ചതിക്കാനോ അല്ലെങ്കിൽ ആരെയും പറ്റിക്കാനോ ഒന്നും നിന്നിട്ടില്ല കേട്ടോ. എൻ്റെ ഹാർഡ് വർക്ക്, എനിക്കൊരു വീറും വാശിയുണ്ടായിരുന്നു. ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയൊക്കെ ഒരുപാട് പേര് നെഗറ്റീവായിട്ടും തളർത്താനൊക്കെ വന്നു. പക്ഷെ ലൈഫിൽ ഏറ്റവും വലിയ വേദന അനുഭവിച്ചതിന് പിന്നീട് ഒന്നും അല്ലായിരുന്നു. നമുക്ക് ജയിച്ചു കാണിക്കണം, നമുക്ക് ജീവിച്ച് കാണിക്കണം. ഈ ഒരു വാശി ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ചെയ്യാൻ അറിയുന്നത് എന്താണ്? യാത്ര ചെയ്യാൻ അറിയാം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്, ലാംഗ്വേജ് നോളജ് ഉണ്ട്. വ്ളോഗറായി, ഒരു യൂട്യൂബറായി ഇവിടെ എത്തി. ഞാനിതൊക്കെ ഇപ്പം നിങ്ങളോട് പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഗൾഫ് നാടുകളിൽ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പ്രവാസികളുണ്ട്, പ്രവാസി യുവാക്കളുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ, അല്ല ജീവിതത്തിൽ നമ്മൾ എന്ത് നേടും, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നേടാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്. ദിവസവേതനത്തിൽ പണിയെടുത്തിട്ട് ഒന്നുകിൽ പെങ്ങൾ കെട്ടിക്കാനുണ്ടാവും, അല്ലെങ്കിൽ വീടെടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അസുഖം ബാധിച്ച ആരെങ്കിലും കുടുംബത്തിലുണ്ടാവും. ബാധ്യതകൾ കൊണ്ട് ഇവിടെ കുടുങ്ങി കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ മനസ്സിൽ സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടാവും. അത് എപ്പോഴെങ്കിലും യാഥാർത്ഥ്യമാകും എന്നവർക്കറിയില്ല. യാഥാർത്ഥ്യമാകും കേട്ടോ. എല്ലാം നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകും. എല്ലാവർക്കും ഒരു ദിവസമുണ്ട്. ഞാനൊരിക്കലും ഒരു വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജീവിച്ച വ്യക്തിയൊന്നുമല്ല. ചാണകം മെഴുകിയ തറയിലൊരു വീട്ടിലായിരുന്നു എൻ്റെ ജനനം തന്നെ. എൻ്റെ ഉപ്പയും അമ്മയും വളരെ കഷ്ടപ്പെട്ട് എന്നെ വളർത്തിയത്. ആരും പറ്റിക്കാതെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്തും നേടാം എന്ന് എന്നെ ആദ്യം പഠിപ്പിച്ചത് എൻ്റെ ഉപ്പയാണ്. എൻ്റെ ഉപ്പാക്ക് 4ാം ക്ലാസ് ഒരു വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഉപ്പ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഞങ്ങളൊരു നിലയിലെത്തി. ഉപ്പാൻ്റെ അതേ പാത തന്നെയാണ് ഞാൻ പിന്തുടരുന്നത്. ഞാൻ ആരെയും പറ്റിക്കാനോ പിടിക്കാനോ ഒന്നും പോകാറില്ല. എൻ്റെ യഥാർത്ഥ മുഖമാണ് നിങ്ങൾ ക്യാമറയിലേക്ക് കാണുന്നത്. അത് ഓഫായി കഴിഞ്ഞാൽ ഓണായി കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ്, ഒരു മാറ്റമില്ല. പിന്നെന്താ പറയുക, ഒരുപാട് സന്തോഷം. ഗോൾഡ് ബട്ടൺ നാട്ടിൽ നിന്ന് അൺബോക്സ് ചെയ്യാൻ പറ്റായിട്ടില്ല കേട്ടോ. പക്ഷേങ്കിൽ ഇവിടുന്ന് അൺബോക്സ് ചെയ്യുന്നതേ ഈ ഗോൾഡ് ബട്ടൺ ഞാൻ സമർപ്പിക്കുന്നത് പ്രവാസികൾക്കാണ്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന പ്രവാസികൾക്ക്. മുകളിൽ ഹെലികോപ്റ്റർ പോകുന്നുണ്ട്, പുറകിലതേ ദുബായ് ഫ്രെയിം ഉണ്ട്. ഞാനിരിക്കുന്ന ജബീൽ പാർക്കിലാണ്. ഇവിടെ വെച്ചിട്ട് ഞാൻ അൺബോക്സ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, നിങ്ങളിന്ന് ജീവിക്കുന്നതല്ല ജീവിതം, നാളെ നിങ്ങൾക്കുണ്ടാവും നല്ലൊരു ദിവസം. എന്നേക്കാളും വലിയ ഉയരത്തിൽ, അല്ലെങ്കിൽ എത്രയോ വലിയ ഉയരത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ അതിന് ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. ഒരിക്കലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. ജീവിതത്തിൽ നിങ്ങൾക്കൊരു ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് ആരെയും നോക്കാതെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കാതിരിക്കുക. നമ്മളെപ്പോഴും ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയായിരിക്കണം, നമ്മുടെ സ്വപ്നങ്ങൾ നടത്താൻ വേണ്ടി മാത്രം. എല്ലാവരും
ഇത്രയും ചെയ്യണ്ടോ, നമുക്ക് എന്ത് നേടാം. പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ടാവും. നല്ല കാര്യമുണ്ട്, എല്ലാവർക്കും നല്ല കാലം വരുന്നുണ്ട്, ആരും ബേജാറാണ്ട്. ഓക്കെ, ഏതായാലും ഞാൻ അധികം സെൻഡ് എടുത്തിട്ട് നിങ്ങൾ ടൈം കളയുന്നില്ല. പിന്നെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വെച്ചിട്ട് തന്നെ യൂട്യൂബിൻ്റെ ഗോൾഡ് ബട്ടൺ അൺബോക്സ് ചെയ്യണം എന്നുള്ളത്. അതാണ് ഞാൻ നാട്ടിൽ നിന്ന് സാധനം എടുത്തിട്ട് വന്നത്. ഇത്ര ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഗോൾഡ് ബട്ടൺ കിട്ടിയിട്ട് കുറേ കാലമായി. ഇത്ര ദിവസം ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു. കാരണം നമ്മൾ എവിടെയാണോ നമ്മൾ അവഗണിക്കപ്പെട്ടത്, അല്ല എവിടെയാണോ നമ്മൾക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റാതിരുന്നത്, അതേ സ്ഥലത്ത് പോയിട്ട് വേണം നമ്മൾ ജയിച്ച് കാണിക്കാൻ. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അർത്ഥം ഉണ്ടാവും. ഓക്കെ, വേറെ എന്താ പറയുക, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നിങ്ങളൊക്കെയാണ് എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ, വേറെ ആരുമില്ല, നിങ്ങൾ മാത്രമാണ്. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി അങ്ങോട്ടേക്കും കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇനിയും അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ കീഴടക്കാനുണ്ട്. എന്നെക്കൊണ്ട് പറ്റും, ഞാനത് ചെയ്യും ഇൻഷാ അല്ലാ. അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.